നിള മാഘ മഹോത്സവത്തിന് തിരുനാവായിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. മഹോത്സവത്തിനായി മണപ്പുറത്തെയും പുഴയിലെയും താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മലപ്പുറം ജില്ലാ കളക്ടർ ഇന്നലെയാണ് മാർഗനിർദ്ദേശം നൽകിയത്. നേരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അധികൃതർ തടഞ്ഞത് വിവാദമായിരുന്നു. മറ്റന്നാൾ മുതലാണ് നിള മാഘ മഹോത്സവം. അനുമോദ്, ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമായി എന്ന് കരുതുന്നു. ഇന്നലെ ഈ സംഘാടകർക്ക് ഒരു ആശ്വാസ ദിവസമായിരുന്നു, കാരണം കളക്ടറുടെ അനുമതി ലഭിച്ച പശ്ചാത്തലമൊക്കെയുണ്ട്. ഇപ്പോൾ എന്തൊക്കെയാണ് അവിടുത്തെ ചടങ്ങുകൾ, ആരൊക്കെ പങ്കെടുക്കും, എന്താണ് നമ്മളിലൊക്കെ വലിയ കുംഭമേളകൾ കണ്ട ആളുകളാണ്, ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? രഞ്ജിത്ത്, മാഘമഹോത്സവത്തിൻ്റെ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമാകും. ഇന്ന് വൈദിക പിതൃ വന്ദന കർമ്മങ്ങളും ശ്രാദ്ധ കർമ്മങ്ങളും ഒക്കെയാണ് തുടങ്ങുക. വൈദിക ശ്രാദ്ധകർമ്മങ്ങൾക്ക് നാളെയാണ് ഉണ്ടാവുക. ഇന്ന് അതിന് മുൻപായിട്ടുള്ള പിതൃകർമ്മ ദേവതാ വന്ദന ചടങ്ങുകൾക്കാണ് തുടക്കമായിട്ടുള്ളത്. ശരിക്ക് യഥാർത്ഥത്തിൽ 18-ാം തീയതി മുതലാണ് ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയാം. അന്നേ ദിവസം ആണ് ഇതിൻ്റെ ഈ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കുക. ഇതിലേറ്റവും പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം ഇവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി എന്നുള്ളതാണ്. നേരത്തെ ഈ ഒരു താൽക്കാലിക നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുവാദം വാങ്ങിയിട്ടില്ലെന്ന് ആരോപിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ചൂണ്ടിക്കാണിച്ച് ജില്ലാ ഭരണകൂടം എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയരുകയും തുടർന്ന് ജില്ലാ കളക്ടറും പോലീസ് മേധാവിയൊക്കെ സ്ഥലം സന്ദർശിക്കുകയും അതേ തുടർന്ന് 21 മാർഗനിർദ്ദേശങ്ങൾ സംഘാടക സമിതിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് സുരക്ഷ ഉറപ്പാക്കണം, താൽക്കാലിക പാലത്തിൻ്റെ ബലം അത് പരിശോധിക്കേണ്ടതാണ്, എത്ര പേർക്ക് ഒരു സമയം കടന്നു പോകാമെന്ന് സുരക്ഷാ ഏജൻസിയെ കൊണ്ട് പരിശോധിപ്പിക്കണം, പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കേണ്ടതുണ്ട്, അതുപോലെ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് തുടങ്ങി എല്ലാവിധ മുന്നൊരുക്കങ്ങളുടെയും ഉത്തരവാദിത്വം, എന്തെങ്കിലും വീഴ്ച വന്നാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംഘാടക സമിതിക്കായിരിക്കും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാർഗനിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം ഇന്നലെ പുറത്ത് ഇറക്കിയിരിക്കുന്നത്. 21 മാർഗനിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ തുടർ നടപടികൾക്ക് വീണ്ടും തുടക്കമായിരിക്കുന്നത്. ഏറ്റവും പ്രധാനം താൽക്കാലിക പാലം നിർമ്മിച്ച് മണൽത്തിട്ടയിലേക്കുള്ള വഴിയൊരുക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 19-ാം തീയതി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തിരുനാവായിൽ എത്തുമെന്ന വിവരവുമാണ് ലഭിച്ചിരിക്കുന്നത്. ധർമ്മധ്വജാരോഹണ ചടങ്ങ് 11 മണിക്കാണ്, അന്ന് ജനുവരി 19 11 മണിക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്. തുടർന്ന് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് രഥഘോഷയാത്രകൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് 4 അംബികമാരുടെ, മൂകാംബികയുടെയും ഹേമാംബികയുടെയും അതുപോലെ കന്യാകുമാരിയിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നുമൊക്കെയുള്ള രഥഘോഷയാത്രകൾ തിരുനാവായിലേക്ക് എത്തിച്ചേരും. ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ 28-ന് ശേഷമാണ് ആരംഭിക്കുക. നിള ആരതി അടക്കമുള്ള, ഗംഗാരതിക്ക് സമാനമായിട്ടുള്ള നിള ആരതി അടക്കമുള്ള ചടങ്ങുകൾ 18-ാം തീയതി മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം ഉണ്ടാകും. മറ്റ് ഹോമകർമ്മങ്ങളും അതുപോലെ തന്നെ സന്യാസിവര്യന്മാരുടെ ചടങ്ങുകളൊക്കെയാണ് ഈ ദിവസങ്ങളിൽ ഉണ്ടാവുക. എന്നാണെങ്കിലും ഇത് ഏറ്റവും പ്രധാനം മാഘ മഹോത്സവം എന്നത് 271 വർഷങ്ങൾക്ക് മുൻപാണ് തിരുനാവായിൽ ഏറ്റവും അവസാനമായിട്ട് നടന്നത്. മാമാങ്കത്തിൻ്റെ മുൻപ് ഉണ്ടായിരുന്ന ഒരു ഉത്സവമായിട്ടാണ് ഇത് കാണുന്നത്. അത് പിന്നീട് ലോപിച്ച് അല്ലെങ്കിൽ ഒരു ആയോധന കലകളുടെ കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപത്തിലേക്ക് മാറുകയും അത് മാമാങ്കമായി മാറുകയും തുടർന്ന് അത് അവസാനിക്കുകയും ചെയ്തു. അത് അങ്ങനെയല്ല, എന്നാൽ അതിൻ്റെ ഒരു വീണ്ടെടുപ്പ് ഒരു വൈദിക കാലത്തിലേക്കുള്ള തിരിച്ചുപോക്കിൻ്റെ ഭാഗമായിട്ടുള്ളതാണെന്നാണ് സംഘാടക സമിതിയുടെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. 2016 മുതൽ തന്നെ മാഘമഹോത്സവം തിരുനാവായിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് ഇത്രയും വിപുലമായ രീതിയിൽ കുംഭമേളയ്ക്ക് സമാനമായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ആദ്യമായിട്ടാണ് ഇത്തവണ നടക്കുന്നത്. എന്നാണെങ്കിലും ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്യാസിവര്യരും അതേപോലെ തന്നെ മറ്റ് വൈദിക പരമ്പരയിൽപ്പെട്ടവരും ഒക്കെ ഈ ദിവസങ്ങളിലൂടെയൊക്കെ എത്തിച്ചേരും. വിവിധ ഇടങ്ങളിൽ നിന്ന് വിശ്വാസികളായിട്ടുള്ളവരും ഈ ഒരു ദിവസങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ഇത്രയും 18 മുതൽ ഫെബ്രുവരി 3 വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഉത്സവത്തിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന കണക്കൂട്ടിലാണ് ഇപ്പോൾ മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നത്. എന്താണെങ്കിലും ഇതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു തടസ്സം ജില്ലാ ഭരണകൂടത്തിൻ്റെ അനുവാദം ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അതിന് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതോടെ ആ തടസ്സം നീങ്ങിയിട്ടുണ്ട്. ഇനി നിശ്ചയിച്ച രീതിയിൽ തന്നെ എല്ലാം മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷ തന്നെയാണ് സംഘാടകർ പങ്കുവയ്ക്കുന്നത്. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.